ലോകത്തിന്റെ മുഴുവനും ഉത്തമമായ മാതൃക, എന്റെയും നമ്മുടെയും നിങ്ങളുടെയും ഈ ലോകത്തിന്റെ മുഴുവനും മാതൃകയുടെ മണിമകുടമാരാണ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് മോളെ പരിഷ്കാരത്തിന് അടിപ്പെട്ടുകൂടാ. സഹപാഠികൾ സഹപാഠികളിങ്ങനെ മൊബൈൽ സംസ്കാരത്തിലൂടെ വൃത്തികെട്ട ചിത്രങ്ങളും ഹീനമായ പാട്ടുകളും കേട്ടുകൂടാ. കാരണം എന്തേ? എന്റെ ഹബീബിന് ഇഷ്ടമല്ല. എന്റെ ഹബീബാരാണ് സറാപ്പാ ചമനെ ഹേ ദിയാ ഹേ മദീന ദവാ മാശനാ ഹേ ബഹാറേ മദീന. അനന്തമായ പ്രകാശം പൊഴിക്കുന്ന മദീനയിലെ രാജാവാണ്. ആ മദീനയിൽ കിടക്കുന്ന എന്റെ കാമുകി വർണ്ണനയുടെ വാചകങ്ങളാണ്. ഏതായാലും എന്റെ ഹബീബിന് ഇഷ്ടമല്ല എന്ന നിലയിൽ ഒന്ന് മാറ്റിവെക്കാൻ പറ്റണം മോളെ. നിന്റെ പരിഷ്കൃത സംസ്കാരത്തിൽ നിന്ന് സംസ്കൃത സംസ്കാരത്തിലേക്ക് വരണം. ഇസ്ലാമിന്റെ സംസ്കാരമാണ് ഏറ്റവും വലുത്. ഇന്ന് നോക്കൂ, വ്യഭിചാരമായ കാലം, ഇന്റർ ഫാമിലി സെക്സുകൾ അധികരിക്കുന്ന കാലം, മദ്യം സുലഭമായി വിനിയോഗിക്കപ്പെടുന്ന കാലം, അഭിമാനത്തിന്റെ സിംബലായി അരുതായി മാറുന്ന കാലം. ഇതിന്റെ നടുവിൽ ഈ കാലഘട്ടത്തിന്റെ വിപത്ത് തെറ്റധികരിച്ചു എന്നുള്ളതല്ല, തെറ്റ് ശരിയായി എന്നതാണ്. ഇതുപോലെ തെറ്റുകൾ ശരിവൽക്കരിക്കപ്പെടുമ്പോൾ അതിന്റെ നടുവിൽ നിന്നൊരു കൈപിടി ഒതുക്കിയിട്ട് രക്ഷപ്പെടാനുള്ള വഴി ഏതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ ചില ന്യൂനപക്ഷമുണ്ട്. അവർക്ക് ഇത് റബീഉൽ അവ്വലാണെന്നത് പ്രത്യേകതയില്ല. തിരുനബിയുടെ അവദാനങ്ങളിൽ പാടാൻ അവർക്ക് നേരമില്ല. മോടെ കല്യാണത്തിന് ചമയിക്കാൻ നേരമുണ്ട്. മോന്റെ ജന്മദിനത്തിന് സന്തോഷിക്കാൻ നേരമുണ്ട്. സ്വന്തം ജന്മദിനമാണെന്ന് അറിയുമ്പോൾ ആ സന്തോഷമുണ്ട്. അപ്പോൾ ഇസ്ലാമിന്റെ നാമം വെച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകൾക്ക് ഇത് റബീഉൽ അവ്വലാണ്. അഥവാ അഹ്യാ റബീഉൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ മനാമി ബിദിക്രി മൗലിദി അഹ്മദി. അഥവാ ഇത് ഹൃദയത്തിന്റെ വസന്തമാണ്, കാലഘട്ടത്തിന്റെ വസന്തമല്ല. അഥവാ കാലാവസ്ഥയുടെ വസന്തമല്ല, ഭീഷ്മ വസന്ത ചൈത്യങ്ങളുടെ വ്യത്യാസങ്ങളിൽ പെട്ടതല്ല. ഇത് ഹൃദയത്തിന്റെ വസന്തമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായ നിലയിൽ അംഗീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് റബീഉൽ അവ്വൽ മാറ്റിവെക്കാൻ കഴിയുമോ? സാധ്യമല്ല. അപ്പൊ ചോദിക്കുമല്ല, റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ എവിടെയെങ്കിലും തെളിവുണ്ടോ? എടാ മോനെ, നിന്റെ പ്രിയപ്പെട്ട മോള് കല്യാണം കഴിക്കുന്ന സമയത്ത്, അവളുടെ കല്യാണത്തിന്റെ സമയത്ത് വീട്ടിൽ വിഭവം ഒരുക്കിയിട്ട് ആളെ വിളിച്ച് അവിടെയൊക്കെ ചമയിക്കാൻ നിനക്ക് തെളിവ് വേണ്ട. നീ അന്വേഷിക്കുന്നില്ല. കാരണം ഇത് സുമോഹനമായ ഒരു ദിനമാണ്, സന്തോഷത്തിന്റെ ഒരു വേളയാണ്. അത് മനസ്സിലാക്കിയിട്ട് നീ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ മുഴുവനും സന്തോഷമാണ്. ഇത് ലോകത്തിന്റെ മുഴുവനും പ്രഭാവിതമായ സുമോഹന സുദിനത്തിലെ പ്രപഞ്ചത്തിന്റെ
മുഴുവനും ദീപ്തമാക്കുന്ന പരിശുദ്ധമായ ജന്മത്തിന്റെ വിശിഷ്ടമായ വസന്തത്തിന്റെ കവാടമൊരുക്കിയ തിരുജന്മത്തിന്റെ മഹനീയ മുഹൂർത്തമാണ്. കാലത്തിന്റെ കവിളിൽ കവിത വിരവിന ദിനമാണ്. രാവിലെയും വൈകുന്നേരവും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുപോയ ദിനമാണ്. വിശുദ്ധാത്മാക്കൾ കയറിയിറങ്ങിയത് ആമിനായുടെ മടിത്തട്ടിലൂടെയാണ്. വിശുദ്ധാത്മാക്കൾ കയറിയിറങ്ങിയത് ഖുറൈശി കുലത്തിലെ അബ്ദുൽ മുത്തലിബിന്റെ ഇളയ മകനായ അബ്ദുല്ലാഹിയുടെ പ്രിയപത്നിയുടെ മടിത്തട്ടിൽ കിടക്കുന്ന ലോകത്തിന്റെ മുഴുവനും നേതാവായ മുസ്തഫായുടെ കരവലയത്തിലൂടെയാണ്. ആ ദിനമാണ് റബീഉൽ 12 തിങ്കളിൽ തിങ്കൾ ജനിച്ച സുമോഹന സുദിനം. അവിടെയാണ് ആഘോഷം വേണ്ടത്. അഥവാ ഹൃദയത്തിന്റെ തിങ്കൾ ജനിച്ച ദിവസമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മഹാന്മാര് ചോദിച്ചു പകൽ സമയത്തെ പകലാണ് തെളിവ് പറയപ്പെടുന്ന കാലമാണ്. അത് എത്ര വലിയ രാത്രിയാണ് എന്നതിന് തെളിവ് ചോദിച്ചാൽ എത്ര വലിയ ഹതഭാഗ്യമായി ചുറ്റുപാടുമാണ് പോയത്. അതുപോലെയാണ് നബിയെ കുറിച്ച് സന്തോഷിക്കണോ എന്ന് ചോദിക്കുന്ന ചോദ്യം പകൽ സമയത്ത് പകലാണെന്ന് തെളിവ് ചോദിക്കുന്നത് പോലെയാണ്. ഇത് വൈകാരികമായി സ്നേഹപരമായി നേതൃത്വപരമായി ഉൾക്കൊള്ളേണ്ടതാണ്. ചുരുക്കി പറയാം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കേണ്ട നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന സ്നേഹത്തിന്റെ ഭാഗമാണ്. അവിടുത്തെ മതത്തിന്റെ അനുയായികളാണെന്ന് പറഞ്ഞ് അരുതായ്മകളിൽ തട്ടിക്കളിക്കാതെ അനുവദിക്കപ്പെട്ടതിൽ തെറ്റ് ചെയ്യാൻ കഴിയണം. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ, ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്, അവിടെയൊക്കെ പണ്ട് സംസ്കാരമില്ല, വളരെ കുറവാ. എന്റെ ഉമ്മ കേടുന്ന സമയത്ത് ആളുകൾ പലയിടുന്ന സമയത്ത് അത്രയും പരിഗണിക്കപ്പെടാത്ത നാടായിരുന്നു. ഇന്നൊക്കെ ഇവിടെ എത്രയോ പരദാധാരികളാണ്. ഞാൻ വിശ്വസിക്കുന്നത് അവർക്കൊക്കെ ഈമാൻ കൂടിയതുകൊണ്ടാണല്ല, പർദയിലെ ഈമാൻ പോയതുകൊണ്ടാണ്. കാരണം ഇന്ന് പർദയിലെ ഈമാൻ പോയിട്ട് ബോഡി ഷേപ്പ് പർദ ധരിച്ച് ശരീരത്തെ ഗ്ലാസിന്റെ ഉള്ളിൽ ഇട്ടതുപോലെ കൊണ്ടു നടക്കുന്ന വനിതകൾ മനസ്സിനോട് ചോദിക്കുക, നിങ്ങൾ എന്തിനത് ധരിക്കുന്നു? നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, ഇതെന്തിന് ഞാൻ ധരിക്കുന്നു? നല്ല നിലയ്ക്ക് പഠിച്ചവരെ പേടിച്ച് ജീവിക്കാനാണോ? എന്നാ തലയിലെ തൊണ്ടത്തിന്റെ നീളം കുറഞ്ഞു പോയത് എന്താണ്? തലയുടെ തട്ടം നാഴികയ്ക്ക് 40 വട്ടം നിലത്തോട്ട് പോകുന്നത് എന്താവും? അല്ലാഹുവിനെ പേടിച്ച് ഔറത്ത് മറക്കണമെന്ന ബോധമാണോ? അതല്ല, നിന്റെ ശരീരത്തിന്റെ എക്സിബിഷനിസം പ്രദർശനത്തിലെയാണോ ഇന്ന് പർദയിലൂടെ നടക്കുന്നത്? ഇവിടുത്തെ പർദ കമ്പനിക്കാർ ആളുകളെ മുത്തഖീങ്ങളാക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല, മറിച്ച് അവരെ മുഴുവനും പരിഷ്കാരത്തിലേക്ക് കയറ്റി കൂട്ടിയിട്ട് എവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. ഏതായാലും എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാരെ ശ്രദ്ധിക്കണം. ഞാൻ വസ്ത്രം ധരിക്കുന്നത് എന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ടതുപോലെയാണ്. എന്റെ ഹബീബ് മദീനയിൽ കിടക്കുന്ന രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെയാകണം. ആരുടെയെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിക്കാനുള്ളതല്ല, എന്റെ ഹബീബിന്റെ ഇഷ്ടം പരിഗണിക്കാനുള്ളതാണ്. ജീവന് തുല്യമാണ് സ്വഹാബികൾ സ്നേഹിക്കുന്ന ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉഹദിന്റെ രണാങ്കണത്തിലെ രണ്ടാമത്തെ ഒരു സീൻ. എത്ര മനോഹരമായ ചിത്രമാണ് ഉഹദിന്റെ താഴ്വാരങ്ങളിൽ ഉയർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബിനെ വിളിക്കുന്നു. ഓ ഉബയ്യ് ഇബ്നു കഅബ്, ഈ രണാങ്കണത്തിന്റെ നാലുപാടും ഒന്ന് പരിശോധിച്ചു നോക്കണം. സഅദ് ഇബ്നു റബീഅ എവിടെ? ആ സഅദ് ഇബ്നു റബീഅ എവിടെയാണ്? ഫിൽ അഹ്യാഇ അം ഫിൽ അംവാത്? ജീവൻ
ജീവൻ ബാക്കിയുണ്ടോ അതല്ല ലോകത്തോട് വിട പറഞ്ഞു പോയോ? അൻസ്വാറുകളുടെ സാരഥിയായ ബഹുമാനപ്പെട്ട സഅദ് ബിൻ റബീഅ എവിടെയൊന്ന് നോക്കണമെന്ന് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. സഹീഹു സീറയിലെ നിവേദനമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോ രണാങ്കണത്തിന്റെ ഒരു മൂലയിൽ മൃതപ്രായരായി കിടക്കുകയാണ്. അഥവാ ജീവന്റെ അവസാനത്തെ തുടിപ്പുമായി കിടക്കുന്നു ബഹുമാനപ്പെട്ട സഅദ് ബിൻ റബീഅ. ചോദിക്കുകയാണ്, സഅദേ, എന്നെ പറഞ്ഞു വിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അഫിൽ അഹ്യാഇ അം അൻത ഫിൽ അംവാത്, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ, പരിക്കു പറ്റി വിയോഗം തേടിയോ എന്ന് നോക്കാനാ നബി തങ്ങളെ വിട്ടത്. ഉടനെ അവിടുന്ന് പറയുന്നു, എനിക്ക് 12 മാരകമായ പരിക്കു പറ്റിപ്പോയി ഉബയ്യേ. പക്ഷേ ഈ പടക്കളത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയല്ലേ, ഞാനിവിടെ പരിക്കു പറ്റിയിട്ട് വേദനിക്കുകയാണെന്ന്. സഅദ് ബിൻ റബീഅ തങ്ങൾ പറയുകയാണ്, ഖുല്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജിദു റീഹൽ ജന്ന, ഞാൻ സ്വർഗസ്ഥനായി കിടക്കുകയാണ്, സ്വർഗീയ സൗഭാഗ്യത്തിന്റെ സുഗന്ധങ്ങളെ അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ് എന്നെന്റെ പ്രിയപ്പെട്ട നേതാവിനോട് പറയണം. വഖുല്ലി ഖൗമി അൽ അൻസാർ, എന്റെ അനുയായികളായ അൻസാറുകളോട് പറയണം, ലാ ഉദ്റ ലക്കും ഇൻദല്ലാഹി ഇൻ ഖലസ ഇലാ റസൂലില്ലാഹി അഹദുൻ വഫീകും ഐനുൻ തത്രിഫു. ഓ ഉബയ്യ് ബിൻ കഅബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയേണ്ടത്, ഞാൻ ഇവിടെ സ്വർഗീയ സുഗന്ധം അനുഭവിച്ച് കിടക്കുകയാണ്, എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ എന്റെ അനുയായികളായ അൻസാറുകളോട് പറയേണ്ടത്, ലാ ഉദ്റ ലക്കും ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് കാരണം ബോധിപ്പിക്കാൻ കഴിയില്ല. ഇൻ ഖലസ ഇലാ റസൂലില്ലാഹി അഹദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും നേരിട്ടാൽ, വഫീകും ഐനുൻ തത്രിഫു, നിങ്ങളുടെ ഇമയനക്കാൻ ജീവനുള്ള സമയത്ത് ആരോരുമില്ലാതെ നബി തങ്ങൾ ഒറ്റപ്പെട്ട് ശത്രുക്കൾ വന്ന് പിടിച്ചുപോയാൽ പടച്ചവന്റെ അടുക്കൽ നിങ്ങൾക്ക് കാരണം ബോധിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ഹബീബായ നബിയുടെ ഹിമായത്ത് നടത്തണേ, എനിക്കിവിടെ വിഷയമില്ല. ജാൻ ഖുർബാൻ ദേ രഹാ ഹോ ആശിഖേ അബ്റാർ പർ, ദീൻ ഖുർബാൻ ദേ രഹാ ഹോ ആശിഖേ മുഖ്താർ പർ. എന്റെ ഹബീബിന് വേണ്ടി ആദർശത്തെയും ആത്മാവിനെയും ഭൗതികമായ പരിപ്രേക്ഷ്യങ്ങളെ ആകമാനം പണയം വെക്കുവാൻ തയ്യാറാണെന്ന് വിളിച്ചു പറഞ്ഞവരാ സ്വഹാബത്ത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികളായ ആളുകൾക്ക് അവരവരുടെ ജീവനേക്കാൾ വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഒരു പ്രമേയം മാത്രം ഉയർത്തിപ്പിടിച്ച് സംസാരിച്ചാൽ ഇവിടെ ആലിമീങ്ങളുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, എത്ര ഉദാഹരണമാ ചരിത്രത്തിൽ നിന്ന് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവനേക്കാൾ വലുതായി സ്ഥാനത്തേക്ക് എത്തുമ്പോഴേ ഈമാൻ സമ്പൂർണമാകൂ. അതല്ലേ മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും ബദർ യുദ്ധത്തിന്റെ തലേന്ന് വിളിച്ചു പറയുകയാണ്, അല്ലയോ നബിയേ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, നഹ്നുല്ലദൂന ബായഉ മുഹമ്മദാ,
ബഖീനാ അബദാ. ഞങ്ങളുടെ ജീവനുള്ളിടത്തോളം കാലം തങ്ങളുടെ കൂടെ ധർമ്മസമരത്തിലാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ മുഴുവനും പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ ഇതിന് തുല്യമായി വേറൊരാളെയും കാണാൻ പറ്റൂല. ലോകത്തെ ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി ഇതുപോലെ അനുയായികൾ സമർപ്പിച്ചതിന്റെ ഉദാഹരണമുണ്ടോ? കാണാൻ കഴിയില്ല. ഇതുപോലെ ഒരു നേതാവിന് വേണ്ടി ലോകത്താരെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടോ? ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം നമ്മുടെ ആദർശത്തിന്റെ ഭാഗമാണ്. ആ പ്രേമം ഇങ്ങനെ ആസ്വദിക്കാനുള്ളതല്ല, മറിച്ചോ നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗികമായ തലത്തിൽ അനുഭവിക്കാനുള്ളതാണ്. ഹബീബിന് ഇഷ്ടപ്പെട്ട ഒരു മുഖമുണ്ടാകണം. ഭംഗിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ധാടി വെക്കണം, അത് ഹബീബിന് പ്രിയപ്പെട്ടതാണ്. ക്ലീൻ ഷേവ് ചെയ്യുന്ന ചെറുപ്പക്കാരെ, ഈ റബീഉൽ അവ്വലിന്റെ സമ്മാനമായി നിന്റെ മുഖത്തിരിക്കട്ടെ മനോഹരമായ ധാടി. അത് ഹബീബിനോടുള്ള പ്രണയത്തിന്റെ ഭാഗമാണ്. ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നിന്നോട് അഭിമുഖീകരിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ എന്റെ ഹബീബിനെ കാണിച്ചിട്ട് ചോദിക്കുമ്പോ ആദ്യം തന്നെ ഹബീബിന് നിരക്കാത്ത ഒരു മുഖം എനിക്ക് വേണ്ട. മരണം വിളിക്കാതെ വരുന്ന അതിഥിയാണ്, ഒരുക്കാതെ വരുന്ന അതിഥിയാണ്. അതുകൊണ്ട് ആ അതിഥി വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബിനെ പ്രണയിച്ചിട്ട് നീ ഒരു ധാടി നിലനിർത്തിക്കോ. ഹബീബിന് ഇഷ്ടമാണല്ലോ, ടാക്സ് കൊടുക്കാതെ കൂലി കിട്ടുന്നതാണ്, ഇൻവെസ്റ്റ് ചെയ്യാതെ ലാഭം കിട്ടുന്നതാണ്. ഈ അവസാനം പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്റെ മയ്യത്ത് വെക്കുന്ന സമയത്ത് ഉരുള ഉരുട്ടിയിട്ട് മണ്ണ് വെക്കുന്ന ഈ കവിൾ തടത്തിൽ ഹബീബിന്റെ സുന്നത്തൊരു പ്രൊട്ടക്ഷനാണ്. കാരണം ഈ മണ്ണ് തട്ടുന്ന കവിളിൽ വെച്ചിരിക്കുന്ന ദാടി ഹബീബായ നബിയെ പ്രേമിച്ചിട്ട് വെച്ചാൽ മോനെ നിനക്ക് പരലോകത്തത് രക്ഷയാണ്. അതുകൊണ്ട് നീ നിന്റെ മയ്യത്ത് കൊണ്ടുപോയി ജനങ്ങള് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും എന്ന് മണ്ണിടുന്നതിന് മുമ്പ് മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്. ആ തലയണ വെക്കുന്ന സ്ഥലത്ത് ഹബീബിന്റെ സുന്നത്ത് നിനക്ക് അദാബിൽ നിന്ന് കാവലാകണ്ടേ മോനെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ പ്രേമിച്ചിട്ട് ഞാനിതാ ധാടി നിലനിർത്തുന്നു എന്ന് തീരുമാനിക്കാൻ എന്റെ സദസ്സിലുള്ള ഈമാനുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ തയ്യാറായിക്കോ. അതാണ് നമ്മുടെ റബീഇന്റെ ആഘോഷം, അതാണ് നമ്മുടെ സമ്മാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ഹയാത്താക്കുക, അതാണ് നമ്മുടെ ഈ റബീഇന്റെ പ്രത്യേകതയായി നാം പരിഗണിക്കേണ്ടത്. നീ വലിയ ബില്ലാദൻ ദാടിയൊന്നും വെക്കണോന്ന് പറയുന്നില്ല, നീ ക്ലീൻ ഷേവ് ചെയ്ത് തെറ്റിലേക്ക് പോകരുത്, സുന്നത്തിന്റെ വിരോധിയായി മാറരുത്, അതിനോട് ഇഷ്ടമില്ലാത്തവനായി മാറരുത്. അതുകൊണ്ട് ചില പ്രായമുള്ള ചില ഉപ്പമാരൊക്കെ ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്യുന്നത് കാണാം. ഏതായാലും പുതിയ പെണ്ണിന് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന നിരക്കല്ലല്ലോ ഉപ്പമാരെ നിങ്ങൾ ക്ലീൻ ഷേവ് ചെയ്യുന്നത്. എന്നാൽ ആ വലിയ ഭംഗിയൊന്നുമില്ലാത്ത പ്രായമേറിയ മുഖത്ത് പ്രകാശം നിലനിൽക്കാൻ, നാളെ കൊണ്ടുപോയി ഖബറിൽ വെക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ ഹബീബിന്റെ സുന്നത്തൊന്ന് നിലനിർത്തിക്കൂടെയോ? കണ്ടില്ലേ സ്വഹാബത്ത്, അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നതിനാണ് ചെറുപ്പ കാലഘട്ടത്തിൽ പിടിച്ച് സുന്നത്ത് കഴിച്ചത്. അള്ളാഹ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്നറിയിക്കാനാണ് ഹജ്ജ് കഴിഞ്ഞപ്പോ മുട്ടയടിച്ചത്. അതുപോലെ അള്ളാന്റെ ഹബീബിന് വേണ്ടി എന്റെ മുഖത്ത് ഭംഗിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ദാടിയൊന്ന്
എങ്ങനെ നിലനിർത്തണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ആദർശത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ്. അതുകൊണ്ട് മടിക്കേണ്ട ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന മഹാന്മാരെ ഇനിയും ചരിത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? അതാ ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനത്തിന് വേണ്ടി ഓർഡർ കിട്ടിയിട്ട് പാതിരാത്രിയുടെ പഴുതിൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കിടക്കയിൽ കിടത്തിയിട്ട് അതാ പതുങ്ങി സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ്, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, യസ്രിബിലേക്ക് പുറപ്പെടുകയാണ്. പുറപ്പെടാനുള്ള ഓർഡർ അല്ലാഹുവിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്സുഹബത 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 യാ റസൂലല്ലാഹ്, എന്നെയും കൂടെ കൂട്ടണം നബിയേ, എന്നെയും കൂടെ കൂട്ടണം നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിചോദ്യം, അസ്സുഹബത യാ അബൂബക്കർ, എന്റെ കൂടെ വരാനാണോ ചോദിക്കുന്നത്? അതേ നബിയേ, എനിക്ക് കൂടെ വരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ കൂടുകയാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രം നിങ്ങൾക്കറിയാം, ഞാൻ നീട്ടിപ്പറയുന്നില്ല. ആ യാത്ര മുഴുവനും അനുരാഗത്തിന്റെ യാത്രയാണ്, സ്നേഹത്തിന്റെ യാത്രയാണ്. കൂടെ നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒപ്പം നടക്കേണ്ട സിദ്ദീഖ് തങ്ങൾ ഇടയിൽ വെച്ചൊന്ന് മുന്നോട്ട് മിസ്സാകുന്നു, പിന്നോട്ട് മിസ്സാകുന്നു. എന്തേ സിദ്ദീഖേ അങ്ങനെ? മറ്റൊന്നുമല്ല നബിയേ, അവിടുത്തെയുടെ കൂടെ നടക്കുമ്പോ രണ്ടു വിധം വിചാരങ്ങൾ എന്നെ വേട്ടയാടുന്നുണ്ട്. ഒന്ന്, അറബ് ലോകത്തെ കവല ചട്ടമ്പികൾ ഊരിപ്പിടിച്ച വാളുമായി അവിടുത്തെയുടെ കഴുത്തറുക്കാൻ പ്രതിജ്ഞയെടുത്ത് കലിതുള്ളി ഓടുന്നുണ്ട്. ആരെങ്കിലും നമ്മുടെ വഴി കണ്ടുപിടിച്ചാൽ എന്ന പേടിയാണ്. രണ്ടാമത്തതോ, നമ്മൾ കടന്നു പോകുന്ന വഴി പരിചയമില്ലാത്ത വഴിയാണ്. അവിടുന്ന് എന്തെങ്കിലും പ്രയാസം നേരിട്ടാലോ? അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുന്നോട്ട് പോയി ഗ്രീൻ ചാനലാണെന്ന് കണ്ടാൽ പിന്നോട്ട് വരുന്നത്. അവിടുത്തെയുടെ അടുത്ത് വന്നിട്ട് പിന്നെ പിന്നോട്ട് പോയിട്ട് ആരും കണ്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുന്നത് എന്ന് ജീവൻ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ഇമാമുൽ ഖുർത്തുബി അൻ-നദറയിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോ നബി തങ്ങൾ മെല്ലെ നടക്കുന്നു. ചെറുപ്പക്കാരെ, ഈ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിക്കണം. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര നിങ്ങളുടെ മനസ്സിലൊന്ന് സങ്കല്പിക്കണം. മലമാനം മുട്ട നിൽക്കുന്ന, സൂര്യൻ തീതൊപ്പുന്ന മരുഭൂമിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ മെല്ലെ മെല്ലെ നടക്കുകയാണ്. സിദ്ദീഖിന്റെ ചോദ്യം, നബിയേ, വേഗം നടന്നു പോകേണ്ട ഈ വഴിയിൽ വേഗം കുറച്ച് നടക്കുന്നത് എന്തിനാണ് നബിയേ? എന്തേ മെല്ലെ നടക്കുന്നത് യാ റസൂലല്ലാഹ്? ഹബീബായ നബിയുടെ മറുപടി, ആർഭാടത്തിന്റെയും ആസ്വാദനത്തിന്റെയും പണത്തിന്റെയും പളപളപ്പിന്റെയും പത്രാസിന്റെയും സപ്രപഞ്ചത്തിന്റെയും പുതിയ മട്ടുപ്പാവുകളിൽ ചേക്കേറിയ ഈ ചാട്ടിലെയും എല്ലാ നാട്ടിലെയും മുസ്ലിം ചെറുപ്പക്കാര് ചിന്തിക്കണം. ഇസ്ലാമാകുന്ന ആദർശത്തെ കയ്യിൽ തരാൻ വേണ്ടി മക്കയിൽ നിന്ന് പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ നടക്കുന്നത് എന്താണ് നബിയേ? അപ്പോഴാണ് ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സിദ്ദീഖ്, എന്റെ ചെരുപ്പ് പൊട്ടിയിട്ട് കാല് നിലത്തൊരഞ്ഞിട്ട് വേദനിക്കുന്നു സിദ്ദീഖ്.
മുന്നോട്ട് പോകാൻ വയ്യ. അല്ലാഹുവേ, ആ ഹബീബിന്റെ കാലിലൊന്ന് ചുംബിക്കാൻ കഴിഞ്ഞാൽ ഈ മുഖം നരകത്തിന് ഹറാമാകുമായിരുന്നു. ആ ഭാഗ്യം പോലും കിട്ടാത്തവരാണ് ഞങ്ങൾ. അവിടുത്തെയുടെ മഹബത്ത് ഞങ്ങളുടെ ഖൽബിൽ നിറച്ചു തരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽക്കൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് പൊട്ടിയിട്ട് കാല് നിലത്തൊരഞ്ഞിട്ട് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ സിദ്ദീഖ് തങ്ങൾ കൂടെയുണ്ട്. വാരി പുണർന്നെടുന്നിട്ട് 3 വയസ്സ് കൂടുതലുള്ള നബിയെ കുട്ടികളെ പോലെ തോളിൽ കിടത്തിയിട്ട് മുന്നോട്ട് നടക്കുന്നു. മുഅ്മിനീങ്ങളെ ആലോചിക്കണം. പിന്നെയും നടന്ന് വീണ്ടും ഗുഹാന്തരത്തിലേക്ക് ചെന്നു. നിങ്ങൾക്കറിയാം, ഞാൻ നീട്ടുകയില്ല. പരിചയമുള്ള സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മടിത്തട്ട് തലയണയാക്കി വെച്ച് അകത്തേക്ക് വിളിച്ച് കിടത്തുകയാണ്. കിടത്തുന്നതിന്റെ ഇടയിൽ നബിതങ്ങൾ ഇടയ്ക്കൊന്ന് തലതിരിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തുണിയുടെ നീളം കുറഞ്ഞിരിക്കുന്നു. സിദ്ദീഖേ, അയിന സൗബുക, നിന്റെ വസ്ത്രം എവിടെ പോയി സിദ്ദീഖ്? ഉടുവസ്ത്രത്തിന്റെ നീളം കുറഞ്ഞിരിക്കുന്നല്ലോ സിദ്ദീഖേ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ഈ ഗുഹയിലേക്ക് കടന്നപ്പോ കൊച്ചു കൊച്ചു മടകളുണ്ട്. അതടയ്ക്കാൻ വഴിയില്ലാതെ വന്നപ്പോ ഉടുതുണിയുടെ താഴെ നിന്ന് കീറിയിട്ട് ഞാൻ അവിടുന്ന് അടച്ചപ്പോഴേക്ക് എന്റെ ഉടുതുണിയുടെ നീളം കുറഞ്ഞു പോയതാണ് നബിയേ. അവസാനം ഒരു ദ്വാരം ബാക്കിയുള്ളത് പെരുവിരലുകൊണ്ട് ചവിട്ടി അടച്ചു പിടിച്ചിട്ടാണ് തങ്ങളെ കിടത്തിയത്. അപ്പോഴാണ് അറിയാതെ ഇടയിൽ പാമ്പ് വന്ന് കാലിൽ കൊത്തുന്നു. ഏതാണ് ആ സർപ്പമെന്നറിയുമോ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള സർപ്പമാണ്. നബി തങ്ങൾ എന്ന വാഗ്ദത്ത നബി വന്നിരിക്കുമ്പോ ഒന്ന് കണ്ട് സലാം പറയാൻ കാത്തിരുന്ന സർപ്പമാണ്. പക്ഷേ ഹബീബ് കലവറയാകുന്ന മണവറയിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് വന്നപ്പോ വാതിൽക്കൽ അടച്ചു പിടിച്ചത് സഹിക്കാൻ മഹ്ബൂബിന് കഴിയില്ലല്ലോ. ആ സ്നേഹവായ്പകളുടെ ജന്തുലോകത്തെ സാക്ഷ്യമായ സർപ്പത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. സുലൈമാൻ നബിയുടെ കാലം മുതൽ കാത്തിരുന്നിട്ട് ഇപ്പോഴിവിടെ എത്തിയപ്പോൾ എന്റെ ഹബീബിനെ കാണാൻ ആരാണ് തടസ്സം? അതുകൊണ്ട് ചെറുതായൊന്ന് വേദനിപ്പിച്ചില്ലെങ്കിൽ വാതിൽ തുറക്കില്ല. സിദ്ദീഖിനെ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സിദ്ദീഖായ നബിക്കൊരു സലാം പറയാനാണ്. അങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ നിന്ന് സർപ്പത്തിന്റെ സ്വാധീനമുണ്ടായതെന്ന് മഹാന്മാർ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് സഹിച്ചുകൊണ്ടല്ലേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എന്റെ ജീവനല്ല നബിയെ എനിക്ക് വലുത് എന്റെ ഹബീബാണ്. അങ്ങനെ അനുരാഗത്തിന്റെ അലമാലകളെ ആത്മാവിൽ ലയിപ്പിച്ച് ആലിംഗനം ചെയ്ത് അന്ത്യപ്രവാചകരെ വാരി പുണർന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് തന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രേമം പറയാൻ മാത്രമുള്ള
ഹെയർ സ്റ്റൈൽ ഹബീബിന് പൊരുത്തപ്പെടുന്നതാകണം. നിന്റെ പാൻസ് ഞെരിയാണിക്ക് മേലെ നിൽക്കണം. നിന്റെ ഭാഷ റസൂലുള്ളാഹി തങ്ങൾക്ക് പൊരുത്തപ്പെട്ടതാകണം. നിന്റെ ഭാര്യ ഹബീബ് പറഞ്ഞ രൂപത്തിൽ നടക്കണം. നിന്റെ കണ്ണുകൊണ്ട് സിനിമ കണ്ടുകൂടാ. നിന്റെ കാതിൽ ലോകത്ത് മുഴുവനും പാട്ട് കേറ്റുമ്പോ നിന്റെ ചെവിയിൽ കയറ്റിക്കൂടാ. നിന്റെ ഹബീബ് റസൂലുള്ളാഹിനെ പ്രേമിച്ച് ലയിച്ചിങ്ങനെ പോകണം. മോനെ, all these human things are subject to decay. Heard melodies are sweet, but those unheard are sweeter. ഇതിനപ്പുറമുള്ള ആഖിറമാണ് മോനെ വലുത്. അനന്തമായ സ്വർഗത്തിന്റെ കലവറകൾ അരമനകളായി കാത്തിരിക്കുന്നുണ്ട്. അവിടെ എത്തണ്ടയോ മോനെ? പെങ്ങളെ, അന്യപുരുഷന്മാരോട് കമന്റടിച്ചിട്ട് നിന്റെ പ്രേമം ക്യാമ്പസിൽ കൊണ്ടുപോയി നീ ആർക്കാ മോളെ നശിപ്പിച്ചത്? ഒരുത്തന്റെ ലവ് മെസ്സേജ് കണ്ടപ്പോ നീ നിന്റെ ജീവിതം പണയം വെച്ചുപോയോ? പെങ്ങളെ, നിനക്ക് പ്രേമിക്കാനല്ലേ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നത്. വിദ്യാർത്ഥിയായ ഞാൻ പ്രസംഗിച്ച 14 മണിക്കൂർ CD റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തെ കുറിച്ചുണ്ട്. നിങ്ങൾ തിരിച്ചിറങ്ങുമ്പോ കവാടത്തിൽ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രേമമുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും. 100 മണിക്കൂറിലേറെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, റസൂലുള്ളാഹിന്റെ മദദ് കൊണ്ട്, അന്വേഷകനായ സാധുവായ ഞാൻ മാത്രം സംസാരിച്ച ഹബീബിനെ കുറിച്ചുള്ള 100 മണിക്കൂറിലേറെ പ്രസംഗത്തിന്റെ സീഡികൾ, അതിലൊന്നും ആവർത്തനമില്ലാത്ത വിധം നിങ്ങൾക്ക് ലഭിക്കും. അത് വാങ്ങാൻ ശ്രമിക്കണം. അത് ഞാൻ പ്രസംഗകനായതുകൊണ്ടല്ല, പ്രമേയം പ്രവാചകരായതുകൊണ്ടാണ്. നിങ്ങൾ കേൾക്കുമ്പോഴല്ലേ പറഞ്ഞ് എനിക്ക് കൂലി കിട്ടൂ. അപ്പോഴല്ലേ നമുക്ക് ഒരുമിച്ച് ഹബീബിലേക്ക് എത്താൻ പറ്റൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചുകൊണ്ട് ചേരണം. ഒരുപാട് തവണ ഞാൻ നീട്ടുന്നില്ല. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, എവിടെ പോയി സിദ്ദീഖേ വസ്ത്രം? നബിയെ, തങ്ങൾക്ക് വേണ്ടി ഞാൻ ചുരുക്കിയതാണ്. ഉടനെ അവിടുന്ന് പറയുന്നു, അല്ലാഹുമ്മ ജഅൽ അബൂബക്കറിൻ മഈ ഫീ ദറജതി യൗമൽ ഖിയാമ. അല്ലാഹുവേ, സിദ്ദീഖുൽ അക്ബറിനെ എന്നോടൊപ്പം എന്റെ സ്ഥാനത്തു തന്നെ സിദ്ദീഖുൽ അക്ബറിനെ സ്വർഗത്തിൽ തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു പോയി. മുഅ്മിനീങ്ങളെ, ഇനി ഞാൻ നീട്ടുന്നില്ല. ഇത് പറയാൻ മാത്രമുള്ളതല്ല, അനുഭവിക്കാനുള്ള വേദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവൻ കൊടുത്ത മഹാന്മാരല്ലേ സ്വഹാബികളെല്ലാം. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് മക്കത്തേക്ക് പരിശോധനയ്ക്ക് വിട്ട മഹാനാണ്. എന്നിട്ട് പറഞ്ഞു, അഖ്ബിറുഹും മിന്നാ ലം നഖ്തിൽ ഖിതാലിൻ വഇന്നമാ ജിനാ ഉമാറ വദഉഹും ഇലൽ ഇസ്ലാം. ഓ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ, നിങ്ങൾ ഖുറൈശികളെ സമീപിക്കണം. എന്നിട്ട് പറയണം, ലം നഖ്തിൽ ഖിതാലിൻ, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല. വഇന്നമാ ജിനാ ഉമാറൻ. സംഘാടകർ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാം കാര്യമായി സഹകരിക്കണം. ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് പറയണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. അൽ ബിദായ വൻ നിഹായയിൽ കാണാം,
സഈദ് ഇബ്നുൽ ആസ് എന്ന് പറയുന്നയാൾ സ്വീകരിച്ചു. അവരോട് മെസ്സേജ് കൈമാറിയിട്ട് പറഞ്ഞു, എന്നാൽ ഉസ്മാനെ, നിങ്ങൾ വേണമെങ്കിൽ കഅബയിലത്തെ തവാഫ് ചെയ്തോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, എനിക്ക് തവാഫ് ചെയ്യാൻ കഴിയില്ല. അള്ളാന്റെ വീടാകുന്ന കഅബയെ എനിക്ക് തവാഫ് ചെയ്യാൻ പറ്റില്ല. ഹത്താ യതൂഫ ബിഹി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യുന്നത് വരെ എനിക്ക് തവാഫ് ചെയ്യാൻ കഴിയില്ല. അബ്ബാൻ ഇബ്നു സഈദ്, അതാണ് എന്റെ ശരീരമല്ല എനിക്ക് വലുത്, എന്റെ ഹബീബാണ്. നാളെ ഇൻഷാ അല്ലാഹ് എന്റെ പിതാവല്ല വലുത്, റസൂലുള്ളയാണ്. എന്റെ മക്കളല്ല വലുത്, തിരുനബിയാണ്. എന്റെ ഭാര്യയല്ല വലുത്, തിരുനബിയാണ്. എന്റെ സഹോദരനല്ല വലുത്, തിരുനബിയാണ്. എന്റെ ഭർത്താവല്ല വലുത്, തിരുനബിയാണ്. നാളെ ആ പ്രമേയം ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്ത് നൽകിയാൽ നമുക്ക് പറയാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. മുഅ്മിനീങ്ങളെ, ആശിച്ചതെല്ലാം തരാൻ പറ്റുന്ന നേതാവാരാണ്? തൻഹല്ലു ബിഹിൽ ഖദു വതൻഫർജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു. ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കേന്ദ്രമാണ്. അതാര് പറഞ്ഞു? ഇമാം ബുഖാരി നിവേദനം ചെയ്തു. ഇമാം ബുഖാരി തങ്ങൾ എന്താ പറഞ്ഞത്? വല്ലാഹു ഹുവൽ മുഅ്തി വഅന ഖാസിമുൻ. അല്ലാഹുവാണ് നൽകുന്നവൻ, ഞാനാണ് വിഹിതം വെക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദാനത്തിന്റെയും പ്രധാനമാണ്. അറിയുമോ മോമിനീങ്ങളെ, ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ലോകത്ത് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന നേതാവാണ്. നിരവധി ഉദാഹരണങ്ങൾ അതിനുവേണ്ടി ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ മുഴുവനും വരിഷ്ഠമായ സമ്മാനമാണ്. അറിയുമോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ സന്ദേശങ്ങളെ ലോകത്ത് കൂടുതൽ പകർത്തിയ മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ ബറേൽവി തങ്ങൾ ഡൽഹിയുടെയും ലഖ്നൗയുടെയും ഇടയിൽ ബറേലിയിൽ വിശ്രമിക്കുന്ന മഹാനാണ്. മഹാനവറുകൾക്ക് മദീനയിൽ മുരീദുമാരുണ്ട്. കണ്ണിന് കാഴ്ചയില്ല, അവിടുന്നൊന്ന് ദുആരക്കണം ഉസ്താദ്. ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയുകയാണ്, മദീനയിൽ നിന്നല്ലേ വരുന്നത്, പരിഹാരം അവിടെയാണല്ലോ, ഇവിടെയല്ലല്ലോ. അതുകൊണ്ട് അവിടല്ലേ പരിഹാരം കിട്ടേണ്ടത്. കാരണം മദീനയ്ക്ക് ഖിത്തെ ഖുദാ തുജ്കോ രഖേ ഗരീബോ ഫഖീറോ കെ തഹരാനെ വാലേ, പാവപ്പെട്ടവരുടെ അവലംബമാണ് മദീന. തു സിന്ദാ ഹൈ വല്ലാ, തു സിന്ദാ ഹൈ വല്ലാ, മരേ ചശ്മേ ആലം സെ ചുപ് ജാനെ വാലേ. മദീനയിൽ ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ मैं मुजरिम हूँ आका मुझे साथ ले लो करते में है जा बचाने वाले. അതുകൊണ്ട് ഏറ്റെടുക്കണം നബിയെ, എന്നെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറയേണ്ട നാടാണ്. ആ മദീനയിലാണ് പരിഹാരമുള്ളത്, ഇവിടെയല്ല. ഉടനെ ബഹുമാനപ്പെട്ടവര് പറയുന്ന പരിഹാരം നിങ്ങൾ കേട്ടോ. ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അൽ-അഖ്താബു സലാസ എന്ന ഗ്രന്ഥത്തിലുണ്ട്. ഞാനിവിടെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇമാമുകൾ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. ഒന്നും എന്റെ വക ഞാൻ പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട മഹാന്മാര് രേഖപ്പെടുത്തുന്നു. ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയുകയാണ്, പരിഹാരം മദീനയിലാണ്. കാരണം എന്താ? അവിടേക്കാണ് എല്ലാ ആളുകളും എത്തിയത്. സലക്നൽ ഫയാഫി വൽ ഖിഫറ അലൻ നുജുബി.
ഞങ്ങൾ എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒട്ടകത്തിന്റെ മേലെ യാത്ര ചെയ്തത്? ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഖസീദത്തു ദാഖിലിയ എന്ന കവിതയിൽ അവസാനം പറയുന്നു, വഫൂദുൻ വസുവാറുൻ വഅദിയാഫു ഹദറതി, ഞങ്ങൾ യാത്രാ സംഘമാണ്, തിരുനബി സവിധത്തിലെ അതിഥികളാണ്, പരിഹാരത്തിന് വേണ്ടി വന്നതാണ്, നബിയെ തരണമെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. കണ്ടില്ലേ മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു, ഇത് ജിഅതു ത്വയ്ബത റൗമ സൗറത ഖബരിഹി ഉഗ്മീതു മദ്ഹൂശൻ ബിഹൈബതി ഖദരിഹി ഫഅനൽ ലഹീഫു വഖുർബതൻ ലി ഫർജി ഹൈറാനു മിൻ ദംബിൻ നസിഫ്തു ഖലീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിയെ സന്ദർശിക്കാൻ വന്നതാണ്, ഇവിടെ വന്നപ്പോ പരിഭ്രമിച്ചു പോയതാണ്. ഇങ്ങനെ 1000 അല്ല 10,000 മഹാന്മാരുണ്ട്. ഇതെല്ലാവരുടെയും സാക്ഷ്യമായി ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയുന്നു, നിങ്ങളുടെ മകന് കാഴ്ചയില്ല അല്ലേ? എന്നാൽ കയ്യിലിരിക്കുന്ന കർച്ചീഫ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇത് കൊണ്ടുപോയിക്കോ. മദീനയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ സുബഹി കഴിഞ്ഞാൽ ഈ കർച്ചീഫ് ഒന്ന് നനച്ചിട്ട് സുബഹിയുടെ സമയത്ത് റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിന്റെ മുമ്പിലൊന്ന് തുടച്ചു വാരണം. അവിടുന്ന് പൊടി ഇതിൽ പറ്റിക്കിട്ടും. എന്നിട്ട് ഈ നനഞ്ഞ കൈലേശു കൊണ്ടുവന്ന് നിങ്ങളുടെ മകന്റെ മുഖത്തിട്ടാൽ യഅതി ബസീറാ, നിങ്ങളുടെ മകന്റെ കാഴ്ച തിരിച്ചു കിട്ടും. ഇവര് നേരെ മദീനയിലേക്ക് തിരിച്ചു. ഈ കൈലേസ് കൊണ്ടുപോയി മദീനത്തൊക്കെ തുടച്ചു വാരിയിട്ടോ. അത് കൊണ്ടുവന്ന് കാഴ്ചയില്ലാത്ത മകന്റെ കണ്ണിന്റെ മുഖത്ത്, കണ്ണുള്ള മുഖത്ത് നേരെ അങ്ങിട്ട് കൊടുക്കുമ്പോ ഫഅതാ ബസീറാ, കാഴ്ച തിരിച്ചു ലഭിക്കുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങളെ, കമ്മബറാഅത്ത് വസീബൻ ബിൽഅംസി റാഹതുഹു വഅത്ലഖത് ആരിബൻ മിൻ ദിബ്ഖത്തിൽ അമാമി. എത്ര രോഗികൾക്കാണ് അവിടുത്തെ കരസ്പർശം കൊണ്ട് പരിഹാരം കിട്ടിയത്? എത്ര ആളുകളുടെ പരിക്കുകളാണ് പരിഹൃതമായത്? അല്ലയോ മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും വിജയം വരിച്ചത്. അതുകൊണ്ട് മുഅ്മിനെ സ്നേഹിക്കണം റസൂലുള്ളാഹിനെ. ഇവിടെ എന്തു പറയണമെന്ന് ഞാൻ ആലോചിച്ചു. ഹബീബല്ലാത്തൊരു പ്രമേയം ലോകത്ത് അത്രയും സുന്ദരമായില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കണം.